അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞ ദൈവമക്കൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. നമ്മളിന്ന് വായിച്ച വേദഭാഗത്തിൽ നിന്നും ചില ദൈവവചന ഭാഗങ്ങൾ നമുക്കൊന്ന് ധ്യാനിപ്പാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ലോകത്തിൽ സംഭവിക്കാനുള്ളത് എന്താണെന്നൊന്ന് ചെറിയ വിവരണം നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് പറയുന്നത് അവരുടെ സംശയം, ഒരു ഒലിവ് മലയിലിരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൽ നിന്നും ചില ഭാഗങ്ങളൊന്ന് സൂചിപ്പിച്ചു. ഒലിവ് മലയിലിരുന്ന് ഒരു കർത്താവ് പറഞ്ഞു, ദേവാലയത്തിൻ്റെ പണി കാണിച്ചപ്പോൾ പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നാമാവിശേഷമായിത്തീരും. ഇത് പറഞ്ഞപ്പോൾ അവർ ഒലിവ് മലയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ തനിച്ചവൻ്റെ അടുക്കൽ വന്ന് അതെപ്പോൾ സംഭവിക്കും എന്നും നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്നും പറഞ്ഞു തരണം. ഒന്ന്, ദേവാലയം എപ്പോൾ നശിച്ചു പോകും. രണ്ട്, നീ എപ്പോൾ വരും, ലോകം എപ്പോഴാണ് അവസാനിക്കുന്നത്. എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമല്ലോ അല്ലേ? ലോകം എപ്പോഴാണ് അവസാനിക്കുന്നത്? കർത്താവ് പറയുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ ശുശ്രൂഷകളിൽ നമ്മൾ കേൾക്കുന്നതെല്ലാം ശാസ്ത്രീയമായ അല്ലെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ അതൊന്നും കർത്താവ് അങ്ങനെ പറഞ്ഞില്ലെന്നല്ല. ആകാശത്തിൻ്റെ ശക്തി ഇളകിപ്പോകുമെന്നും സൂര്യനും ചന്ദ്രനിലും മനുഷ്യൻ ലക്ഷ്യങ്ങൾ വയ്ക്കുമെന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. കർത്താവ് വരുന്നതിന് മുമ്പ് ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ 8-ാം വാക്യം ഒന്ന് ശബ്ദമുയർത്തി വായിക്കാമോ? കർത്താവ് പറയുക, താൻ പറഞ്ഞു തുടങ്ങിയിട്ട് പറയുക, ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. നമുക്കറിയാം, പ്രസവ വേദന തുടങ്ങുന്നത് ഒരു ചെറിയ വേദനയായിട്ടാണ്. സ്ത്രീകൾക്ക് അതറിയാൻ പറ്റും. ഒരു ചെറിയ, അപ്പോൾ തന്നെ അവരുടെ ശരീരത്തിൽ ചില പ്രവർത്തനങ്ങൾ നടക്കും. ഉടനെ അവർ പ്രസവിക്കുന്നില്ല. ചിലപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും അവർ പ്രസവിക്കുന്നത്. അപ്പോൾ വേദന തുടങ്ങി എന്ന് വയറ്റാട്ടിയോ അല്ലെങ്കിൽ അമ്മമാരോ മനസ്സിലാക്കുമ്പോൾ അപ്പോൾ തൊട്ട് അവർ ശുശ്രൂഷിക്കാൻ തുടങ്ങും. കാരണം എൻ്റെ മകള് പ്രസവിക്കാൻ പോകുന്നു. ഈ വലിയ വാഞ്ഛയോടെ പ്രസവവേദന വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രസവവേദന വലുതാണെങ്കിൽ ഈറ്റുനോവ് എന്ന് പറയുന്നത് അതും ഇച്ചിരി നമുക്ക് ചിന്തിക്കേണ്ടതാണ്. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിനെ സംബന്ധിച്ച് നമുക്ക് ഒരു മഹോപദ്രവത്തിൻ്റെ മഹാകഷ്ടകാലത്തിൻ്റെ അനുഭവം വേദപുസ്തകം പറയുന്നില്ല. സഭ മഹാപീഡനത്തിൽ കൂടെ കടന്നു പോകത്തില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തിൽ ഒരു മഹോപദ്രവം വരാൻ പോകുന്നു, ഒരു മഹാകഷ്ടകാലം വരാൻ പോകുന്നു. എന്തൊക്കെയാണ് അത് കാണുന്നത്? ലോകത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധി വരാൻ പോകുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണേ. ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടാൻ പോകുന്നു. ഇത് ബൈബിൾ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. ദൈവകോപം വരുന്നു. എവിടെയാണ്? നമുക്കതൊന്ന് വിശദമായിട്ട് ധ്യാനിക്കേണ്ടതായതുകൊണ്ട് ഇന്ന് ചില ഭാഗങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. കർത്താവിൽ ഞാൻ ആഗ്രഹിക്കാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുമെങ്കിൽ എനിക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നതിന് മുമ്പ് ദൈവം ചില സൂചനകൾ തരും, ചില മുന്നറിയിപ്പുകൾ തരും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ 30-ാമത്തെ വയസ്സിലാണ് മാനസാന്തരപ്പെട്ടത്. ദൈവത്തിൻ്റെ കോപം ഞാൻ
ഒരു പാപത്തിന് അഹങ്കാരത്തിന് അടിമയായിരുന്നൊരു വ്യക്തിയാണ്. എന്നെ രക്ഷിക്കാൻ എൻ്റെ ഭയങ്കര ബുദ്ധിമാനാണെന്നുള്ളൊരു സ്വയ ചിന്ത എനിക്കുണ്ടായിരുന്നു. എന്നെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല, ദൈവവുമില്ല, ദേവനുമില്ല, സ്വർഗവുമില്ല, നരകവുമില്ല. ഇതൊക്കെ മനുഷ്യൻ്റെ ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള ചിന്താഗതികളാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മറന്ന് ജീവിച്ച എൻ്റെ ജീവിതത്തിൽ ചില നാളുകൾ കിടന്ന കിടപ്പിൽ കിടന്നു. ഒരമ്മച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പച്ചൻകുട്ടി, ഇത്ര കഷ്ടത വന്നല്ലോ, നീ ഒന്ന് സത്യം അറിഞ്ഞുകൂടെ, ഞങ്ങളുടെ കൂടെ ഒന്ന് പ്രാർത്ഥനയ്ക്ക് വന്നുകൂടെ, ഒരു ദിവസം ഒന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വരാമല്ലോ അമ്മച്ചി, കൊച്ചമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ ആ അമ്മച്ചിയുടെ കൂടെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി. അന്ന് എൻ്റെ മേലുള്ള ദൈവകോപം ഞാൻ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുന്നതിന് മുമ്പ് ചില മുന്നറിയിപ്പുകൾ തന്നു. എനിക്ക് എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഞാൻ കഷ്ടതയിലൂടെ കടന്നുപോയി, പട്ടിണിയിലൂടെ കടന്നുപോയി, കടഭാരത്തിലൂടെ കടന്നുപോയി. ചിലരൊക്കെയാണെങ്കിൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ, എല്ലായിടത്തും വരത്തില്ലേ, അങ്ങ് ചാകുന്നെങ്കിൽ അങ്ങ് ചാകട്ടെ. ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. ഇതിൽ നിന്നും എനിക്കൊരു മോചനം വേണം. എന്താണ് ദൈവത്തിൻ്റെ ഹിതം? അവിടെ ചെന്നപ്പോൾ കർത്താവിൻ്റെ ആത്മാവിൽ ദൈവദാസന്മാർ പറഞ്ഞു, ദൈവം വസിക്കുന്ന സ്ഥലം പള്ളിയല്ല, ദൈവം വസിക്കുന്ന സ്ഥലം അമ്പലമല്ല, ദൈവം വസിക്കുന്ന അമ്പലം പള്ളി നിൻ്റെ ഹൃദയമാണ്, നീയാണ് ദൈവാലയം. ഈ സത്യം കേട്ടപ്പോൾ ഞാൻ യേശുക്രിസ്തുവിന് എൻ്റെ ഹൃദയം കൊടുത്തു. ആ മുന്നറിയിപ്പ് ഞാൻ അവഗണിച്ചില്ല. കിടന്ന കിടപ്പിൽ ഭക്ഷണം കഴിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ വാരി തന്ന് കഴിക്കുന്നൊരു സാഹചര്യത്തിൽ കൂടെ ഞാൻ കടന്നു പോവുക. ഈ മുന്നറിയിപ്പ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി. ദൈവമേ, എന്താണിത്? നിൻ്റെ കോപമാണോ? മുന്നറിയിപ്പുകളെ ഞാൻ അവഗണിച്ചില്ല. അതിനെ ഞാൻ മുഖവിലേക്ക് എടുത്തും കൊണ്ട് ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ 30ാമത്തെ വയസ്സിലാണത്. ഒന്ന് എഴുന്നേറ്റിരിക്കാൻ, എൻ്റെ ഒരു വാതിലൊന്ന് തുറക്കാനുള്ള ആരോഗ്യം എനിക്കില്ല, ബാത്റൂമിൽ പോകാൻ ഒരു കുടം വെള്ളമെടുത്തുകൊണ്ട് പോകാനുള്ള ആരോഗ്യം എനിക്കില്ല. അത്തരത്തിൽ കഷ്ടപ്പെട്ട എന്നെ ഈ 65ാമത്തെ വയസ്സിൽ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയത് ആ ദൈവത്തിൻ്റെ മുന്നറിയിപ്പിനെ ഞാൻ അതിനെ മാനിച്ചു. ഞാൻ ദൈവകോപത്തിന് ഇടം കൊടുത്തില്ല. ഇല്ലെങ്കിൽ ചില നാളുകൾ, മാസങ്ങൾക്കുള്ളിൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് എൻ്റെ കുടുംബം നാമാവശേഷമായി ദൈവരാജ്യത്തിന് ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോകുമായിരുന്നു. നിങ്ങളുടെയും എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ദൈവം ചില മുന്നറിയിപ്പുകൾ തരുമ്പോൾ നമ്മളതിനെ മനസ്സിലാക്കണം. കർത്താവ് പറയുക, ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭമാണ്, ഇതൊന്നും അവസാനമല്ല. ഇതൊന്നും ഞാൻ ലോകത്തെ നശിപ്പിക്കാൻ പോകുന്നതല്ല, ഞാൻ വരുന്നതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ലക്ഷണമല്ല. പക്ഷേ ഇത് ചില മുന്നറിയിപ്പുകളാണ്. എന്തൊക്കെയാണ് മുന്നറിയിപ്പെന്ന് പിന്നെ നമുക്ക് ചിന്തിച്ചു വരുമ്പോൾ നമുക്ക് എടുക്കാം. ആ മുന്നറിയിപ്പ് ഇപ്പം ഞാൻ പറയുന്നില്ല. ഞാൻ അതിൽ നിന്നും എങ്ങനെയാണ് ദൈവം ഇടപെടുന്നതെന്നൊന്ന് സൂചിപ്പിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനോട് ഇടപെടുന്ന ദൈവമാണ്. വേദപുസ്തകത്തിൻ്റെ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. 6-ാം അധ്യായത്തിൻ്റെ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് എന്നെ ഒന്ന് സഹായിച്ചാൽ നല്ലതായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം. ഭൂമിയിലെ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും ദൈവം യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. അതവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയുണ്ടാക്കുകൊണ്ട് ഞാൻ അനുദപിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതിന്റെ 13-ാമത്തെ വാക്യം. ദൈവം നോഹയോട് കൽപ്പിച്ചതെന്നാൽ സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. ഒന്ന് ശ്രദ്ധിക്കണം, വായിച്ച വാക്യങ്ങൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ. നോഹയുടെ കാലം, അന്ന് ദൈവം നിയമങ്ങൾ കൊടുത്തിരുന്നില്ല. എങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചു, ഒരു മനുഷ്യന് പ്രപഞ്ചത്തിലേക്ക്, ദൈവത്തിൻ്റെ സൃഷ്ടിജാലങ്ങളിലേക്ക് നോക്കിയാൽ അറിയാം ഒരു സൃഷ്ടാവായ ദൈവമുണ്ടെന്ന്.
ഒരു മനുഷ്യൻ്റെ മനസ്സാക്ഷിയിലേക്ക് അവൻ ശ്രദ്ധിച്ചു നോക്കിയാൽ അവൻ്റെ മനസ്സാക്ഷി പറയുന്നുണ്ട്, നിന്നെ കാണുന്ന, നിന്നെ അറിയുന്ന ഒരു സ്വർഗസ്ഥനായ ദൈവമുണ്ടെന്ന് മനസ്സാക്ഷി പറയുന്നുണ്ട്. മനുഷ്യൻ ദൈവത്തെ വെളിപ്പെടുത്തേണ്ട ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് മനുഷ്യൻ. നമ്മളാരും, ഞാൻ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സത്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ന് വരെ ഞാൻ എൻ്റെ മുഖം കണ്ടിട്ടില്ല. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ മുഖം? ആരെങ്കിലും മുഖം കണ്ടിട്ടുള്ളവരൊന്ന് കരം ഉയർത്താമോ? എല്ലാവരും. ഞാൻ എൻ്റെ മുഖം കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ മുഖത്തിൻ്റെ പ്രതിച്ഛായ കണ്ണാടിയിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ മുഖത്തിൻ്റെ ഒരു പ്രതിച്ഛായ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നേരിട്ട് എൻ്റെ മുഖം എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളെല്ലാവരും എൻ്റെ മുഖം കാണുന്നുണ്ട്, ഞാൻ നിങ്ങളെയും കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ എല്ലാ ദിവസവും എൻ്റെ മുഖം കാണുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും എങ്ങനെ? കണ്ണാടിയിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ എൻ്റെ മുഖത്തെ ഞാൻ, ഇപ്പോൾ പിന്നെ പുതിയൊരു പരിപാടിയാണല്ലോ സെൽഫി. ഇപ്പോൾ ഡിക്ഷണറിയിലൊരു പേര് വന്നു, സെൽഫി. സെൽഫി എന്ന് പറയുന്ന പേര് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. ഈ സെൽഫി വന്നപ്പോൾ പണ്ട് ഇങ്ങനൊരു പേര് ഇല്ലായിരുന്നു, ഡിക്ഷണറിക്കകത്ത് ഇല്ലായിരുന്നു. ഇപ്പം അത് വന്നു. എന്താ സെൽഫി എന്ന് പറയുമ്പോൾ ആർക്കും അറിഞ്ഞുകൂടാത്തതില്ല, സെൽഫി എടുക്കാത്തവരാരുമില്ല. അപ്പം ഞാൻ, നമ്മുടെ സ്വയമാണ്, സ്വയത്തെ കാണാൻ കഴിയുന്ന ഫോട്ടോ നമുക്ക് തന്നെ കൈ പിടിച്ചുകൊണ്ടെടുക്കാം. കഴിഞ്ഞ ദിവസം 14 വയസ്സുള്ളൊരു കുട്ടി ഇതുപോലെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി അറ്റുതീരത്ത് നിന്നും കൊണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. നിമിഷം നേരം കൊണ്ട് കാല് എഴുതി ആഴത്തിലോട്ട് പോയി. 14 വയസ്സുള്ള കുട്ടി ആ നിമിഷം മരിച്ചുപോയി. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മുഖം കാണുന്നില്ലെങ്കിലും നമുക്ക് എല്ലാ ദിവസവും കാണാം. എല്ലാ ദിവസവും നമ്മൾ കാണുന്നുണ്ട് മുഖം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തെ ലോകത്തിന് കാണാൻ കഴിയണം. മനുഷ്യനെ അതിനാണ് ദൈവം സൃഷ്ടിച്ചത്. ഞാനത് അവിടെ നിന്ന് പെട്ടെന്ന് പോവുക. അപ്പം നോഹയുടെ കാലഘട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവത്തിന് ദുഃഖമുണ്ടായി. അവിടെ നമ്മൾ വായിക്കുന്നത് മനുഷ്യൻ്റെ മനോഭാവം വളരെ മോശമായെന്നാണ്. 5-ാം വാക്യം ഒന്ന് വായിച്ച ഷൈജു. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് കണ്ടോ? ദൈവം നോക്കിയപ്പോൾ മനുഷ്യൻ്റെ ദുഷ്ടത വലിയത്, ചെറുതൊന്നുമല്ല, ദുഷ്ടത വലിയത്, അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് കർത്താവ് കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനുണ്ടാക്കിക്കൊണ്ട് യഹോവ അനുതപിച്ചു. അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ദൈവം അങ്ങനെ ദുഃഖിക്കുമോ? നിങ്ങളെക്കുറിച്ച് ദൈവം ദുഃഖിക്കുമോ? ദൈവം സന്തോഷിക്കുമോ? നിങ്ങളെ രക്ഷിച്ചതിനകത്ത്, നിങ്ങളെ സൃഷ്ടിച്ചതിനകത്ത് ദൈവം ദുഃഖിക്കുമോ? ദൈവം സന്തോഷിക്കുമോ? ഇന്ന് നിങ്ങൾ സ്വയം അതിനെ വിധി കൽപ്പിക്കണം. ദൈവം എന്നെ വീണ്ടെടുത്തതിൽ സന്തോഷിക്കുമോ അതോ ദുഃഖിക്കുമോ? അതോ ദൈവം ഒന്നുമില്ലാത്ത അവസ്ഥയിലാണോ? ഒന്നുകിൽ ദുഃഖിക്കും, അല്ലെങ്കിൽ ദൈവം സന്തോഷിക്കും. എന്നിട്ട് അതിൻ്റെ അടുത്ത ഭാഗം, മനുഷ്യരിൽ നിന്ന് ഭൂമിയിൽ നിന്നും നശിപ്പിച്ച് കളയും ഞാൻ എന്ന് ദൈവം തീരുമാനിച്ചു. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. അതിൻ്റെ 13-ാമത്തെ വാക്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ നിസ്സാരമായിട്ട് ഇതിനെ കാണരുത്. ദൈവം നോഹയോട് കൽപ്പിച്ചത്, സകല ജഡത്തിൻ്റെ അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു, ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നോക്കുന്നു. ഭൂമി അതിക്രമം കൊണ്ട് നിറയുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. ദൈവം പരിശുദ്ധനാണ്. ദൈവം നീതിമാനായ ന്യായാധിപനാണ്. പാപം വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ച് അത് പൂർണ്ണതയിലെത്തുമ്പോൾ ദൈവം ന്യായം വിധിക്കും. ഒരു തെറ്റു വന്നാൽ, ഒരു കുറ്റം വന്നാൽ, ഒരു പാപം വന്നാൽ കർത്താവ് കരുണയോടെ നമ്മളോട് ക്ഷമ തരും. എന്നാൽ പാപത്തിൽ നിന്നും പിന്നെയും മുന്നോട്ട് പോയാൽ ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം ഇടപെടും. നീ ഒന്ന് കൂട്ടായ്മയ്ക്കകത്ത് വാ,
നീ അല്പം നേരം വചനം കേൾക്കുക, നീ ഒന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വാ എന്ന് പറഞ്ഞ് ദൈവം നമ്മളോട് ഇടപെടും. കൃപയാൽ ഇന്നിവിടെ വന്നിരിക്കുന്നവർ ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന്, ന്യായാവധിയിൽ നിന്ന് ഒഴിഞ്ഞവരാ. പ്രൈസ് ദി ലോർഡ്. ഒരു സന്തോഷം തോന്നിയില്ലേ അത് കേട്ടിട്ട്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കോപത്തിൽ നിന്നും രക്ഷ പ്രാപിച്ചവരാണ് നമ്മൾ. അതിക്രമങ്ങൾ കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ ദൈവം ലോകത്തെ നശിപ്പിച്ച് കളഞ്ഞു. നോഹയുടെ കാലം നമുക്ക് അറിയാവുന്നതാണ്. ഹല്ലേലൂയ. ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുമെന്ന് ബൈബിൾ പറയുന്നു. അതെപ്പോഴാണ്? മനുഷ്യൻ്റെ പാപം പൂർത്തിയാകുമ്പോഴാണ്. നമ്മൾ ചിലപ്പോൾ ചോദിക്കത്തില്ലേ, ഇത്രയൊക്കെ ചെയ്തിട്ട് ഇവനെയൊക്കെ വെച്ചേക്കുന്നല്ലോ, ദൈവം നമ്മൾ ഇവനെയൊക്കെ പിന്നെയും ആയുസ്സോടും ആരോഗ്യത്തോടും കൂടെ നിർത്തിയിരിക്കുന്നല്ലോ, അവൻ്റെ പാപം പൂർത്തിയായിട്ടില്ല. അവൻ്റെ പാപം പൂർത്തിയാകുമ്പോൾ സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ ന്യായബുദ്ധി അവൻ്റെ മേൽ വരും. അതിനു മുമ്പ് അവൻ മാനസാന്തരപ്പെടാൻ ദൈവം അവസരം കൊടുക്കും. ഏത് പാപിക്കും ഒരവസരം ദൈവം കൊടുക്കും, ഒന്ന് മാനസാന്തരപ്പെടാൻ. ഹല്ലേലൂയ. കൃപയാൽ നമുക്കത് കിട്ടി. നോഹയുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ദൈവം നോഹയെ നോക്കിയപ്പോൾ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നോഹയെ ദൈവം നീതിമാനെന്ന് കണ്ടു. താനും തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും 3 മക്കളും മരുമക്കളും 8 പേർ ആ ദൈവകോപത്തിൽ നിന്നും രക്ഷപ്രാപിപ്പാൻ യേശുക്രിസ്തുവിൻ്റെ നിഴലായ ആ പെട്ടകത്തിനകത്ത് കയറി വിശ്വാസത്താൽ ലോകത്തെ ന്യായം വിധിച്ചു. അവൻ്റെ കുടുംബം രക്ഷപ്രാപിച്ചു. ഇത് നമുക്ക് സുപരിചിതമായ ഭാഗമായി ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് പോകാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ലോകത്തെ ന്യായം വിധിച്ചു. അപ്പം നമ്മൾ ചോദിക്കും, എന്താ ദൈവത്തിന് സ്നേഹമല്ലേ? ദൈവത്തിന് കൃപയില്ലേ? ദൈവത്തിന് മനസ്സലിവില്ലേ? ദൈവത്തിന് ദയയില്ലേ? അവിടെ കുഞ്ഞുങ്ങളില്ലായിരുന്നോ? അവിടെ വൃദ്ധരില്ലായിരുന്നോ? അവിടെ കഷ്ടപ്പെടുന്നവരില്ലായിരുന്നോ? നല്ല ആൾക്കാരില്ലായിരുന്നോ? ലോകത്തെ ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ കോപത്തിലേക്ക് വരിക. പാപം പെരുകിയാൽ ഒരു വ്യക്തിയെ ദൈവം ന്യായവിധിയായി, ഒരു വ്യക്തിയുടെ പാപം പെരുകിയാൽ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ വാളവൻ്റെ മേൽ വരും. ഒരു കുടുംബത്തിന് പാപം പെരുകിയാൽ, പാപം പൂർത്തീകരിച്ചാൽ, അതിനു മുമ്പ് മാനസാന്തരപ്പെട്ടാൽ, ഞാൻ പറയുന്നത് പാപമില്ലാത്തവരാരുമില്ല, തെറ്റുകളില്ലാത്തവരാരുമില്ല. പാപം ചെയ്തില്ലെന്നാണെങ്കിലും പറയുന്നെങ്കിൽ കള്ളനാണ്, കള്ളം പറയുക. ഹല്ലേലൂയ. അതുകൊണ്ട് പാപത്തെ ന്യായം വിധിക്കുന്ന ദൈവം, ഒരു കുടുംബമാണെങ്കിൽ, ഒരു ദേശമാണെങ്കിൽ, ഒരു രാജ്യമാണെങ്കിൽ, മുഴു ലോകവുമാണെങ്കിലും പാപം ചെയ്താൽ ദൈവം നോക്കിയിരിക്കത്തില്ല, ന്യായം വിധിക്കും. പാപം പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമുക്ക് കൃപ ലഭിച്ചു. ആയതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ചില മുന്നറിയിപ്പുകൾ 120 വർഷം നോഹയിലൂടെ ലോകത്തിനൊരു മുന്നറിയിപ്പ് കൊടുത്തു. എന്താണ്? ദൈവം എന്നോട് പറഞ്ഞു, ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കാൻ. നോഹയുടെ ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ വിറ്റ് നോഹ തടി വാങ്ങി തൻ്റെ മക്കളും പണിക്കാരുമൊക്കെ ആയിട്ട് ചേർന്നും കൊണ്ട് ഗോഫർ മരം കൊണ്ട് പെട്ടകം ഉണ്ടാക്കുക. ലോകം മുഴുവൻ പറഞ്ഞു, ഭ്രാന്ത് പിടിച്ചവൻ, ബുദ്ധിയില്ലാത്തവൻ, എല്ലാ കാശും കൊണ്ട് ഇത്രയും വലിയ പെട്ടകം, മഴ വരുന്നു, ലോകത്തെ ന്യായം വിധിക്കാൻ പോകുന്നു. 120 വർഷം നോഹ പ്രസംഗിച്ചു. ഈ മുന്നറിയിപ്പ് ആ ലോകത്തിലെ മക്കൾ എന്ത് ചെയ്തു? പൊട്ടത്തരം. നമ്മളെന്ത് സുവിശേഷം പറഞ്ഞ കവലയ്ക്ക് എന്ത് സുവിശേഷം എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴേ ഇങ്ങനെ ചെവി പൊത്തും, കേൾക്കുമ്പോഴേ ചെവുത്ത്. യേശു ക്രിസ്തു വേഗം വരുന്നു എന്ന് പറയുമ്പോൾ ഉമ്മമാർക്ക് വേറെ ജോലിയില്ലല്ലോ. ഞാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കാരണം മനുഷ്യൻ അങ്ങനെ. ഞാനും പറഞ്ഞിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തൊരു സുവിശേഷം, ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വെളിപ്പാടില്ല, അതിൻ്റെ വെളിച്ചം കാണാനുള്ള കാര്യം. ലോകം മുഴുവനും നോഹയുടെ സുവിശേഷ പ്രസംഗത്തെ എതിർത്തു. അവർ ന്യായവിധിയിലകപ്പെട്ടു. എവിടെയോ ആരോ നിങ്ങളോട് സുവിശേഷം പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കുറ്റബോധമുണ്ടായി, പാപബോധമുണ്ടായി. നിങ്ങൾ പറഞ്ഞു, എനിക്ക് രക്ഷിക്കപ്പെടണം, എനിക്കും വേണം ഈ ദൈവത്തെ എന്ന് പറഞ്ഞ് മനസാന്തരപ്പെട്ടു. അതുപോലെ ആ കാലഘട്ടത്തിൽ ഒറ്റ വ്യക്തിയില്ലായിരുന്നു, മുഴുവൻ ലോകവും പാപം കൊണ്ട് നിറഞ്ഞു. അതുകൊണ്ട് ദൈവം ആ ലോകത്തെ ന്യായം വിധിപ്പാനിടയായി. നമുക്കറിയാവുന്നതാണ് സോദോം ഗൊമോറയുടെ പാപം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 20, 21, 19-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം ഞാനത് പറഞ്ഞു പോകാം. എന്നിട്ട്
നമുക്ക് ദൈവസഹായം അതിനെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിക്കാൻ അവസരം ഉണ്ടാകട്ടെ. 18-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും ലോകം 4 പട്ടണങ്ങൾ, സോദോം ഗൊമോറയും അതിനോട് ചേർന്നുള്ള പട്ടണങ്ങളും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുമ്പാകെ പാപം കൊണ്ട് നിറഞ്ഞു. അവിടുത്തെ പാപം നമുക്കറിയാം, ഹോമോസെക്ഷുവാലിറ്റിയാണ്. അതായത് ആണോടാണ്, സ്ത്രീയോട് സ്ത്രീ, അവലക്ഷണമായ ജീവിതം. ആരും പണം കൊണ്ട് നിറഞ്ഞ ജീവിതം, സമൃദ്ധി കൊണ്ട് നിറഞ്ഞ ജീവിതം. അപ്പോൾ സെക്സിന് വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെ ദാഹം കൂടിയപ്പോൾ എങ്ങനെ വിധത്തിലും എനിക്ക് സന്തോഷിക്കണം, സുഖിക്കണമെന്നുള്ള ചിന്തയായി. സ്വർഗത്തിലെ ദൈവം സമയം നോക്കി. ഒരു ദിവസം അബ്രഹാമിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ സോദോമും ഗൊമോറയും നശിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾക്ക് വായിക്കാതെ പോവുകയാണ്. ഞാൻ നശിപ്പിക്കാൻ അവിടുത്തെ പാപം എൻ്റെ സന്നിധിയിലെത്തി. ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ന്യായവിധി സോദോമിലേക്കും ഗൊമോറയിലേക്കും വന്നു. എങ്ങനെയാണ് ദൈവത്തിൻ്റെ കോപം സോദോമിൽ വന്നത്, ഗൊമോറയിൽ വന്നത്? തീയും ഗന്ധകവും വർഷിപ്പിച്ചു. അവിടെ നിന്നും നീതിമാനായ ലോത്തിനെയും കുടുംബത്തെയും വിടുവിച്ചു. എന്നിട്ട് അവരെ കൊണ്ട് പുറത്ത് നിർത്തിയിട്ട് സ്വർഗത്തിലെ ദൈവം തീയും ഗന്ധകവും കൂടെ പേയിച്ചു. ഒറ്റ മനുഷ്യൻ, ജീവജാലങ്ങളും കന്നുകാലികളും എല്ലാം നശിച്ചു പോയി. ദൈവം പാപത്തെ വെറുക്കുന്ന ദൈവമാണ്, പാപത്തെ ശിക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും പാപത്തോട് കോംപ്രമൈസ് ചെയ്യുന്നെങ്കിൽ, എനിക്കൊരു പെഗ് മതി, എനിക്ക് ഈ ലോകത്തിലെ ഒരു ചെറിയ സന്തോഷം മതി. സുവിശേഷം കേൾക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ ലോകം, കർത്താവ് പറയുന്നു, ഞാൻ പരിശുദ്ധനാണ്, നീതിമാനാണ്. വചനം കേൾക്കുന്ന നമ്മെ വചനം രൂപാന്തരപ്പെടുത്തണം. ഇന്ന് ഈ മുന്നറിയിപ്പ് അവഗണിക്കാതെ ആത്മീകമായി മുന്നോട്ട് വന്നാൽ സ്വർഗത്തിലെ ദൈവം ശാപത്തിന് പകരം, ന്യായവിധിക്ക് പകരം നിനക്ക് രക്ഷ നൽകുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പാപം പെരുകിയപ്പോൾ സ്വർഗം ആ ലോകത്തെ നശിപ്പിച്ചു. ആ സ്ഥലത്തിൻ്റെ ഇന്നത്തെ പേരെന്താ? ചാവ് കടൽ. ഇന്ന് നാം കാണുന്ന ചാവ് കടൽ എന്ന് പറയുന്നത് സോദോമും ഗൊമോറയും തീയും ഗന്ധവും കൊണ്ട് നശിപ്പിച്ചു. ആ സ്ഥലത്തെ വെള്ളത്തിൻ്റെ പ്രത്യേകത ഇപ്പോഴും നമുക്കറിയാം. തീയും ഗന്ധവും പെയ്ത ആ സ്ഥലത്ത് വെള്ളത്തിൽ ഒരു ജീവജാലം ഉണ്ടാകത്തില്ല, ഒരു ജീവനും ഉണ്ടാകത്തില്ല. ആ വെള്ളത്തിൽ പൊങ്ങി നമ്മളിപ്പോൾ ഒന്ന് കിടന്നാൽ അത് പൊങ്ങിക്കിടക്കത്തേ ഉള്ളൂ, താഴത്തോട്ട് പോകത്തില്ല. ആ അത്രമാത്രം പ്രത്യേകതയുള്ള വെള്ളമാണ് ആ ചാവുകടലെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, പാപത്തെ ദൈവം വെറുക്കുന്നു, പാപമുള്ളിടത്ത് ദൈവം ശിക്ഷ വരുത്തും. പറഞ്ഞു വരുന്നത്, കർത്താവായ യേശുക്രിസ്തു വരുന്നതിന് മുമ്പുള്ള ലോകത്തിൽ സംഭവിക്കാനുള്ള മഹാകഷ്ടകാലം, ഒരു ന്യായവിധി വരുന്നു. അതിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ മാനസാന്തരപ്പെട്ട് വന്നിരിക്കുക. ഒരു ന്യായവിധി വരുന്നു. ആ ന്യായവിധി ലോകം ഇന്നുവരെ നോഹയുടെ കാലഘട്ടത്തിൽ കണ്ട കഷ്ടത വെള്ളം കൊണ്ടല്ലാതെ ചത്തുപോയെന്നേ ഉള്ളു. ഹല്ലേലൂയ. സോദോമിൻ്റെ ലോത്തിൻ്റെ കാലത്തുണ്ടായ കഷ്ടത തീക്കകത്ത് വെന്തുപോയെന്നേ ഉള്ളൂ. ഇതൊക്കെ എന്ത് കഷ്ടത! ഇനി വരാൻ പോകുന്ന കഷ്ടതയുടെ മുമ്പിൽ ഇതൊന്നും ഏതുമില്ലെന്നാണ്. അത്രമാത്രം ലോകം കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ഒരു കഷ്ടത ഈ ലോകത്തിന് ദൈവം വെച്ചിരിക്കുന്നു. അത് അവസാനമാണ്. അതുകൊണ്ട് ആ കഷ്ടതയെക്കുറിച്ച് പറയാനാണ് ഞാൻ നിങ്ങൾക്ക്. ആ കഷ്ടതയ്ക്ക് മുമ്പ് ദൈവം നമുക്കൊരു മുന്നറിയിപ്പ് തരിക. എന്താണ് മുന്നറിയിപ്പ്? ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്തോണം, ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്തുകൊള്ളണം. 1 തെസ്സലോനി 2-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 32-ഉം 33-ഉം വാക്യം ഒന്ന് വായിച്ചേ. മത്തായി 32-ന്റെ 33, 23-ന്റെ 32, 33. പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളുവിൻ, പാമ്പുകളെ സർപ്പസന്തതികളെ നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും. 23 കൂടെ 22, 23 അല്ലേ വായിച്ചത്? കപടഭക്തിക്കാരെ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ തുളസി, ചതുകപ്പാൻ, ജീരകം ഇവയിൽ പദാനം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ധനമേറിയവ 32. പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളുവിൻ. പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളുവിൻ. പാമ്പുകളെ സർപ്പസന്തതികളെ നിങ്ങൾ നരകവിധി എങ്ങനെ തെറ്റിയൊഴിയും. ഇതാണ് ഇനി വരാൻ പോകുന്ന നരകവിധി. പാമ്പുകളെ സർപ്പസന്തതികളെന്ന കർത്താവ് വിളിക്കുന്ന പാപം ചെയ്യുന്ന മനുഷ്യനെ
കർത്താവ് പറയുകയാണ്, പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനോട് ചേർന്ന് തന്നെ അതിൻ്റെ 32, 33 നമ്മൾ വായിച്ചതുപോലെ തന്നെ 35, 36 കൂടെ ഒന്ന് വായിച്ച്. നീതിമാനായ ഹാവേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരക്യാവിന്റെ മകനായ സെക്കരിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഇതൊക്കെയും ഈ തലമുറയിൽ വരും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കണ്ടോ, ഇതെല്ലാം കർത്താവ് കുറിച്ചിട്ടിരിക്കുക. കുറിച്ച് ഒരു പലചരക്കടയിൽ ചെന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങും. അരി, മുളക്, ഉപ്പ്, പയറ്, കടലയൊക്കെ മേടിക്കും. ഇന്ന് മേടിച്ചത് അവർ കുറിച്ചിട്ടു 300 രൂപ. അടുത്ത ദിവസം ചെല്ലുമ്പോൾ കുറിച്ചിട്ടു. അങ്ങനെ ഒരു മാസം മേടിച്ച് അവസാനം 1-ാം തീയതി ചെന്നപ്പോൾ ഒരു ബിൽ കണക്കെല്ലാം കൂടെ തന്നു. എന്തുണ്ട്? 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ കണക്ക് തരുന്നത് പോലെ ഓരോന്നും അപ്പോഴപ്പോൾ കുറിച്ചിടുന്ന ഒരു പുസ്തകം സ്വർഗത്തിലുണ്ട്. മനുഷ്യൻ ആരാണെങ്കിലും ആരും കാണാതെ രഹസ്യത്തിൽ ചെയ്യുന്ന സകലതും അറിയുന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഒരു പുസ്തകമുണ്ട്. ഓർമ്മയുടെ പുസ്തകമുണ്ട്. അവിടെ നമ്മുടെ ജീവൻ്റെ പുസ്തകമുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങളെ എഴുതുന്ന ഒരു അവസ്ഥയുണ്ട്. മുഴുവനും കാണും. അവിടെ ആർക്കും മറച്ചു വയ്ക്കാൻ കഴിയത്തില്ല. അങ്ങനെ വരുമ്പോൾ സെക്കരിയാവിൻ്റെ കൊലപാതകം ചെയ്തത് വരെയുള്ള എല്ലാവർക്കും ശിക്ഷാവിധി വരും. കർത്താവ് പറയാം, അവിടെ നമ്മൾ വായിച്ചത് 33-ാമത്തെ വാക്യമാണ്. അതിൻ്റെ 32-ാമത്തെ വാക്യം, പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. അതായത് 100ലേക്ക് എത്തണമെങ്കിൽ 98 ആയിട്ടുള്ളു. 98 100 ദൈവത്തിൻ്റെ കോപം വരത്തുള്ളു. 98 വരെ ആയിട്ട് മാനസാന്തരപ്പെട്ടാൽ അവൻ രക്ഷപ്പെട്ട് ന്യായവിധിയുടെ വാതിക്കലെത്തി. പക്ഷെ അവൻ പറയുക, അയ്യോ ദൈവത്തിൻ്റെ മുന്നറിയിപ്പ്, ഇനി എനിക്കിങ്ങനെ പറ്റത്തില്ല, എനിക്ക് മാനസാന്തരം വേണമെന്ന് പറഞ്ഞാൽ അവന് രക്ഷ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചു കൊള്ളുവിൻ എന്ന് അവിടെ നമുക്ക് കർത്താവിൻ്റെ ദാസൻ്റെ പരിശുദ്ധാത്മാവിൽ കർത്താവ് പറയുന്ന വാക്കുകൾ നമുക്ക് കേൾപ്പാനായിട്ട് കഴിയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 15-16 വാക്യം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങൾ എപ്പോഴും പൂരിപ്പിക്കുന്നു. എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഞാനൊന്ന് പറഞ്ഞ് ഒന്ന് നിർത്തുവാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഇതുവരെ യഹൂദർ കർത്താവായ യേശുവിനെ സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവർ, ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവർ, ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവർ, സകല മനുഷ്യർക്കും വിരോധികൾ, ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരാകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു. എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും കേട്ടല്ലോ അല്ലേ വാക്യം? ഇസ്രായേലിൻ്റെ മേൽ ദൈവകോപത്തിൻ്റെ മുഴുത്തു വന്ന അവസ്ഥ. അവരുടെ ഏറ്റവും വലിയ പാപം ഭക്തിയായിരുന്നു. ഭക്തി മുറുകെ പിടിച്ചും കൊണ്ട് ദൈവമില്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം കൈയടിയുണ്ട്, ആരാധനയുണ്ട്, പാട്ടുണ്ട്, സ്തോത്രമുണ്ട്, സകലതുമുണ്ട്. ദൈവസ്നേഹമില്ല. സഹോദരനെ സ്നേഹിക്കത്തില്ല. ബാക്കിയെല്ലാമുണ്ട്. സഹോദരങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടരുത്. ഭക്തിയുടെ പുറമേയുള്ള വേഷം ധരിച്ച യഹൂദനെ ദൈവം തള്ളിക്കളഞ്ഞു. അവർ പുസ്തകത്തിനകത്ത്, ബൈബിളിനകത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇതിനകത്ത് നിത്യജീവനുണ്ടെന്ന് പറഞ്ഞു. നിത്യജീവനായ ദൈവം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ പുത്രനെ അവർ കൊന്നുകളഞ്ഞു. ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ അവർ കുരിശിൽ തറച്ചു കൊല്ലുവാൻ ആവശ്യപ്പെട്ടു. അവരുടെ ഏറ്റവും വലിയ പാപം ദൈവപുത്രനായ യേശുവിനെ തള്ളുന്നതാണ്. ലോകത്തിൽ ബാക്കി ഏത് പാപവും കർത്താവ് ക്ഷമിക്കാം. പക്ഷെ ദൈവപുത്രനെ തള്ളിയപ്പോൾ കർത്താവ് പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ആലയം നാമാവശേഷമാകും. ഇതെപ്പോൾ സംഭവിച്ചു? AD 70 റോമൻ ചക്രവർത്തിയായ ടൈറ്റസ് തൻ്റെ രഥങ്ങൾ കൊണ്ടുവന്ന് ഇസ്രായേൽ നഗരത്തെ വളഞ്ഞു.
വളഞ്ഞിട്ട് അന്ന് 10,000-കണക്കിന് യഹൂദന്മാരെ നിന്ന നിപ്പിൽ കൊന്നുകളഞ്ഞ പട്ടണം മുഴുവൻ നശിപ്പിച്ചു. യെരൂശലേം പട്ടണം മുഴുവൻ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കേവലം 35 വർഷം 40 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 35 വർഷമായപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞ ജാതി അവിടുന്ന് തുടച്ചു നീക്കി. ലോകം മുഴുവനും ഇസ്രായേൽ ചിതറപ്പെട്ടു. നമുക്കറിയാം, നമ്മുടെ കൊച്ചിയിൽ ഇസ്രായേൽ മക്കൾ, ഇവിടെ ഇസ്രായേൽ യഹൂദന്മാർ വന്ന് ഒരു പള്ളി വെച്ച് ഇവിടെ ആരാധന നടത്തുന്നുണ്ടായിരുന്നു. ലോകം മുഴുവനും ചിതറി. ഇതുപോലെ കഷ്ടത അനുഭവിച്ചൊരു ജാതിയില്ല. അന്ന് ആ ദൈവാലയത്തിൻ്റെ അടിസ്ഥാനങ്ങൾ, അവിടെ പൊന്നുണ്ട്, രത്നങ്ങളുണ്ടെന്നും പറഞ്ഞും കൊണ്ട് അന്നത്തെ ടൈറ്റസിൻ്റെ സൈന്യം അവരുടെ വന്ന് രഥങ്ങളെ കൊണ്ടുവന്ന് കുഴിച്ച് അതിൻ്റെ അടിസ്ഥാന കല്ല് പോലും മാറ്റിക്കളഞ്ഞു. അങ്ങനെ ഒരു പള്ളി അവിടെ നിന്നതായിട്ടുള്ള ഓർമ്മ പോലും ഇല്ലാതാക്കി കളഞ്ഞു. എങ്ങനത്തെ പള്ളിയായിരുന്നു? വർഷങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിത ആ മനോഹരമായ ദൈവാലയത്തെ തകർത്ത് കളഞ്ഞു. യഹൂദന്മാർ അന്ന് മുതൽ തുടങ്ങിയ കഷ്ടത. ലോകത്തിൻ്റെ വിപണിയിൽ നമ്മൾ പലപ്പോഴും ഒരു കാലഘട്ടത്തിൽ തേച്ചിരുന്ന ഷാമ്പു യഹൂദന്മാരുടെ കൊഴുപ്പായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. യഹൂദന്മാരുടെ കൊഴുപ്പും യഹൂദന്മാരുടെ മുടികൾ, സ്ത്രീകളുടെ മുടികൾ ലോകത്തിൻ്റെ വിപണിയിൽ വിഗ്ഗുകളായിട്ട് അവരയച്ചു. ഹിറ്റ്ലർ മാത്രം ലക്ഷക്കണക്കിന് യഹൂദന്മാരെ കൊന്നുകളഞ്ഞു. അതുപോലെ ഓരോ സാമ്രാജ്യങ്ങളും യഹൂദന്മാരുടെ മേൽ ന്യായവിധി അയച്ചു. ഇതെവിടെ നിന്ന് വന്നു? ദൈവത്തെ തള്ളിക്കളഞ്ഞ, തൻ്റെ പുത്രനായ യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത പാപം മുഴുത്തപ്പോൾ AD 70 വന്നപ്പോൾ അവരുടെ പാപം പൂർത്തിയായപ്പോൾ ദൈവം അവരെ ശിക്ഷിപ്പാനായിട്ട് ഏൽപ്പിച്ചു. ഇത്രയും പറഞ്ഞിട്ട് ഒരു വാക്യം കൊണ്ട് വായിക്കുകയാണ്. എൻ്റെ ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 15:16 കൂടെ ഒന്ന് വായിച്ചു. ഉൽപ്പത്തി 15:16. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമ്മോന്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ വായിക്കുന്ന ഭാഗം 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിങ്ങനെയാണ്: 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. ഇതൊന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംവരിച്ചിട്ട് അടുത്ത ആഴ്ചയിൽ എങ്ങനെയാണ് കർത്താവ് പറഞ്ഞ ഈറ്റുനോവിൻ്റെ ആരംഭം, എന്തുകൊണ്ടാണ് ദൈവം ലോകത്തെ നശിപ്പിക്കുന്നത്, പാപം എന്താണ്, പാപത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്താണ്, എന്തൊക്കെയാണ് ദൈവം വെറുക്കുന്ന പാപങ്ങൾ, എല്ലാ കൽപ്പനയും ലംഘിക്കുന്നത് പാപമാണ്. ഇവിടെ വായിക്കുകയാണ്, ദൈവം ഇസ്രായേലിന് വേണ്ടിയുള്ളൊരു വാഗ്ദത്തം കൊടുക്കുക. അബ്രഹാമിനെ നദിക്കക്കരെ നിന്നും വിളിച്ചു കൊണ്ടുവരിക, വാഗ്ദത്തങ്ങൾ കൊടുത്തു. നിനക്ക് ഞാൻ മക്കളെ തരും, നിൻ്റെ മക്കളെ നീ ഇപ്പോൾ പോകുന്ന ദേശത്ത് ഞാൻ അവകാശമാക്കി കൊടുക്കും. അബ്രഹാം ആ ദേശത്തു കൂടെയൊക്കെ നടന്നു വന്നപ്പോൾ അബ്രഹാമിന് മക്കളൊന്നുമില്ല. അങ്ങനെ വന്നപ്പോൾ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എനിക്ക് മക്കളില്ലല്ലോ, എല്ലാം തരുമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ദാസനായ എലയാസറാണ് എൻ്റെ സകല സമ്പത്തിൻ്റെ അവകാശി. കർത്താവ് പറഞ്ഞു, നിൻ്റെ ദാസൻ എലയാസർ അവകാശിയൊന്നുമല്ല, നിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ നിൻ്റെ രക്തത്തിൽ നിന്ന് തന്നെ ഞാൻ നിനക്ക് മകനെ തരും, എന്നിട്ട് അവനെ ഞാൻ ഈ ദേശത്തിന് അവകാശിയാക്കും. അപ്പോൾ ആരാണ് അവിടെ? 10 രാജാക്കന്മാർ, 10 ജാതികൾ ആ ദേശത്ത് നിറഞ്ഞു നിന്ന് പാലും തേനും ഒഴുകുന്ന ദേശം അവർ കീഴടക്കി അനുഭവിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുക. നമ്മളിവിടെ കാണുന്ന ഒരു മുന്തിരിക്കൊല നമുക്കിങ്ങനെ കൊച്ചു പിള്ളേർക്ക് ഇങ്ങനെ കൈകൊണ്ട് പൊക്കിയെടുക്കാം. അവിടുത്തെ ഒരു മുന്തിരിക്കൊല ചുമക്കണമെങ്കിൽ 2 അതികായന്മാരായ മനുഷ്യർ തോളിൻ്റെ മേൽ 2 ഇത് കെട്ടിക്കൊണ്ട്, എന്താ പറയുന്നത്, പങ്കായം പോലൊന്ന് കെട്ടിക്കൊണ്ട് അതിൽ തൂക്കിയിട്ടുകൊണ്ട് വേണം തോളത്ത് ചുമക്കണം 2 പേർ. ഒരു മുന്തിരിക്കൊല. ഇപ്പോഴും ഇസ്രായേലിലേക്ക് പോയി നോക്കിക്കോ, അവിടുത്തെ ഫലവൃക്ഷങ്ങളും അവിടുത്തെ അയക്കുന്ന ഓരോ നന്മകളും എന്ന് പറയുന്നത് നമ്മൾക്ക് ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നന്മകളാണ്. ഇന്ന് ലോകത്തിൻ്റെ വിപണിയിൽ ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്നത് ഇസ്രായേലിൻ്റെ ഫലഭൂയിഷ്ടമായിരിക്കുന്ന ഫലങ്ങളും അതുപോലെ തന്നെ നന്മകളുമാണ്. ആ കൊച്ചു രാജ്യം എത്രയുണ്ട്? കേവലം ഏകദേശം ആലപ്പുഴയുടെ അത്ര.
ഉള്ള ഈ രാജ്യത്തെ ഇന്നും അങ്ങനെ തന്നെയാണ്. കാരണം ദൈവത്തിൻ്റെ തോട്ടമെന്നാണ് അതിൻ്റെ പേര്. ഈ ദേശം ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ദൈവം പറയുക, ഇസ്രായേലിൻ്റെ അമോര്യരുടെ അതിക്രമം പൂർത്തിയായിട്ടില്ല, തികഞ്ഞിട്ടില്ല. അതെന്താ അതിൻ്റെ അർത്ഥം? ദൈവം കണക്ക് നോക്കിയപ്പോൾ 99 ആയിട്ടുള്ളൂ. മറ്റ് 9 രാജാക്കന്മാരും രാജ്യങ്ങളും ജാതികളും പാപം ചെയ്ത് പൂർത്തിയായി. 10ാമത്തെ അമോര്യനെ കൂടെ മാറ്റണമെങ്കിൽ അവൻ്റെ പാപം 100ലേക്ക് എത്തണം. ദൈവം അബ്രഹാമിനോടൊരു ഉടമ്പടി ചെയ്യുക, യാഗമല്ല. 15ാം അധ്യായങ്ങൾ വീട്ടിൽ പോയെന്ന് വായിക്കണം. 15ാം അധ്യായത്തിൽ ഒരു മൃഗത്തെ കൊണ്ടുവന്ന് നെടുകം പിളർന്ന്, യാഗമല്ലത്, പഴയ നിയമത്തിൽ പറഞ്ഞ യാഗങ്ങളോട് ചേർത്തല്ലത്, അതൊരു ഉടമ്പടിയായിട്ട് മാത്രമാണ് വചനം പറയുന്നത്. അങ്ങനെ ഉടമ്പടി ഇരമ്യാ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ നെടുകം പിളർന്നിട്ട് ഈ 2 മുഖത്തോട് മുഖം നോക്കി നിർത്തിക്കൊണ്ട് അതിൻ്റെ നടുക്കുകൂടെ ഉടമ്പടി ചെയ്യുന്ന 2 പേരും നടന്നും കൊണ്ട്, നീ എനിക്ക് മക്കളെ തരുമെന്നുള്ളതിന് എന്താണ് തെളിവ്? ദൈവം പറഞ്ഞു ഉടമ്പടി ചെയ്തോളാൻ പറഞ്ഞു. ദൈവം പറഞ്ഞ് ഉടമ്പടി ചെയ്തോളാൻ പറഞ്ഞു. 2 മൃഗത്തെ നെടുകം പിളർന്നിട്ട് മുഖത്തോട് മുഖം നോക്കി അവിടെ വെച്ചു. ആ ചോരയുടെ നടുവിലൂടെ ദൈവവും അബ്രഹാമും നടക്കാൻ തീരുമാനിച്ചു, ഉടമ്പടി ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അബ്രഹാമിന് മനസ്സിലായി, ഞാൻ ഉടമ്പടി ചെയ്യുന്ന ആൾ ആരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ അബ്രഹാമിന് പെട്ടെന്നൊരു കുരിരുട്ടും പെട്ടെന്നൊരു അന്ധതയും പെട്ടെന്നൊരു ഭീതിയും ഉണ്ടായി. ഞാനതൊക്കെ പിന്നീട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 15ാം അധ്യായം 16ാം അധ്യായമൊക്കെ ഒന്ന് വായിക്കുക. അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയിൽ ഹല്ലേലൂയ, നിന്റെ സന്തതി 400 വർഷം മിസ്രയീമിൽ, ഈജിപ്തിൽ അടിമകളാകും. ചിലർ പറഞ്ഞത് ശാപമാണെന്നാണ്. ശാപമായിട്ടല്ല പറയുന്നത്. ഇസ്രായേൽ മക്കൾക്ക് അമോര്യരുടെ പാപം പൂർത്തിയാകാതെ അവിടെ കയറാൻ പറ്റത്തില്ല. അതുവരെ ഇസ്രായേൽ മക്കളെ യുദ്ധം പഠിപ്പിക്കാനും ശക്തരാക്കാനും വേണ്ടിയിട്ട് ചില കഷ്ടതകളിലൂടെ വിടാൻ 400 വർഷത്തെ കഷ്ടത ദൈവം അനുവദിച്ചു. ഇത് വിട്ടുപോ എന്ന് പറഞ്ഞാൽ മാറുമോ? നമ്മുടെ ദൈവം അനുവദിച്ചൊരു കഷ്ടത എത്ര വർഷമാണ്? 400 വർഷം. ഈ 400 വർഷത്തിന് മുമ്പ് ഇവരെല്ലാവരും കൂടെ കൂടിയിരുന്ന് ഉപവസിച്ചങ്ങ് പ്രാർത്ഥിക്കുക, നമ്മളെ ഇവിടെ നിന്ന് വിടുവിക്കണം. ആർക്കെങ്കിലും അവരെ വിടുവിക്കാൻ കഴിയും? മോശയ്ക്ക് പറ്റത്തില്ലല്ലോ. മോശയ്ക്ക് സമയമാകുന്നതിന് മുമ്പ് മോശയൊന്ന് ചെന്നു. അവസാനം ചെന്നപ്പോൾ 360 വർഷമേ ആയിട്ടുള്ളൂ. മോശ ചെന്നു, 40 വയസ്സ് മോശയ്ക്കുണ്ട്. ആ മോശ അവിടെ നിന്ന് ഒരു ഓടിയിട്ട് രക്ഷിക്കുന്നതിന് പകരം താൻ തന്നെ ആടുകളെ മേയ്ക്കാൻ തുടങ്ങി. അങ്ങനെ 120 വയസ്സായപ്പോൾ മോശ തിരിച്ചു വന്ന് ഇസ്രായേലിനെ വീണ്ടെടുത്ത് ഇസ്രായേലിനെ കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. സഹോദരങ്ങളെ, ഒന്ന് ശ്രദ്ധിക്കണം. ദൈവം അനുവദിക്കുന്ന ഏതവസ്ഥയും അത് വിട്ടുമാറാനല്ല, അതിനുള്ള കൃപ തരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ചില പദ്ധതിയുണ്ട്. ദൈവത്തിന് നമ്മുടെ സമയമറിയാം, നമ്മുടെ വയസ്സറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രായമറിയാം. അവൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് നിന്റെ നന്മകളെക്കുറിച്ച്. അവിടുത്തെ സമയം വരെ കാത്തിരിക്കുന്നതാണ് ദൈവാശ്രയം, വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളോട് പറയുക, നിന്റെ സന്തതി 400 വർഷം. എന്താ ഈ 400 വർഷം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരെ വിടുവിച്ചു. അതിന് 430 വർഷമായി. എന്താണ് കാരണം? മോശ നേരത്തെ ചെന്നതുകൊണ്ട് അല്പം താമസിച്ചു പോയി. അത് കഴിഞ്ഞ് 40 വർഷം ഇവരെ യുദ്ധം അഭ്യസിപ്പിച്ചു. 40 വർഷം യുദ്ധം അഭ്യസിപ്പിക്കാൻ ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല, വെറും 40 ദിവസം കൊണ്ട് ചെല്ലാവുന്ന സ്ഥലം 40 വർഷം അവരെ ചുറ്റി നടത്തി. ചിലതൊക്കെ ഇങ്ങനെ നിന്നെ ചിലത് ചുറ്റിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, ചിലത് പഠിപ്പിക്കുകയാണ്, കീഴ്പ്പെട്ടിരുന്നോ. ഹല്ലേലൂയ. നിരാശപ്പെടണ്ട. 40 വർഷം അവർ പറഞ്ഞു, നമുക്ക് മിസ്രയീമിലേക്ക് പോയാൽ മതി, അവിടെ മത്തങ്ങ ഉണ്ടായിരുന്നു, ചുവന്നുള്ളി ഉണ്ടായിരുന്നു, ചുറ്റുള്ളി ഉണ്ടായിരുന്നു, ഇതിലേക്കൊന്നും നോക്കരുത്, നിന്റെ കൂടെയുള്ള ദൈവത്തെ മാത്രം നീ കണ്ടാൽ മതി. ഹല്ലേലൂയ. മിസ്രയീം എന്ന് പുറപ്പെട്ടു പോകുന്ന ജനം അമോര്യരുടെ പാപം മുഴുത്തപ്പോൾ, തികഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരെ അവിടുന്ന് നിർമൂലമാക്കി നശിപ്പിച്ചു കളഞ്ഞു. പാപം പൂർത്തീകരിക്കപ്പെട്ടാൽ ഈ ലോകം ന്യായവിധിയിലേക്ക് വരും. ലോകത്തിന് എന്തുകൊണ്ട് ന്യായവിധി?
എന്തുകൊണ്ട് നോഹയുടെ കാലത്ത് ന്യായവിധി? എന്തുകൊണ്ട്? എന്താണ് പാപം? ദൈവം സഹായിച്ചെന്നാൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അത് ധ്യാനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. പറഞ്ഞു വന്നത് ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭം. ഇത് ഞാൻ പറയാം. ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭം. ഏതൊക്കെയാ? COVID-19, കൊറോണ. ഇത് കർത്താവ് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പാണ്. കഷ്ടത തുടങ്ങിയിട്ടില്ല. ആ മഹാകഷ്ടതയിൽ കൂടെ ദൈവസഭ കടന്നു പോകത്തില്ല. അങ്ങനെ പോയാൽ ആർക്കും നിലനിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിന് മുമ്പൊരു മുന്നറിയിപ്പ് കൊറോണ തന്നു. മാനസാന്തരപ്പെട്ടോ? ഹൃദയം കഠിനപ്പെട്ടോ? ഇന്ന് ക്രിസ്തീയ സഭയ്ക്കകത്തുള്ള അപജയങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കണം. എന്താണ്? ക്രിസ്തീയ സഭ ഇന്ന് പണമുണ്ടാക്കുന്ന മേഖലയായി മാറി. ക്രിസ്തീയ സഭ അധികാര കച്ചവടം നടത്തുന്ന സ്ഥലങ്ങളായി മാറി. അധികാരത്തിനു വേണ്ടി വടംവലി. ഏതാ? രക്ഷിക്കപ്പെട്ട പെന്റക്കോസ്റ്റ് ചർച്ചുകൾ അധികാരത്തിൻ്റെ വടംവലിയിലും ഈ ഭൂമിയിലെ നന്മകൾ പ്രസംഗിച്ച് ആളെ കൂട്ടുന്ന സമ്പ്രദായങ്ങളുമായി സഭകൾ അധപ്പതിച്ചു. സഭകളിൽ ഇന്നത്തെ വിശ്വാസ സഭകളിലുള്ള അപജയങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് കാണിക്കുന്നത്? അധർമ്മം പെരുകുന്നു, സ്നേഹം തണുത്തു പോകുന്നു. കർത്താവ് വരുന്നതിന് മുമ്പുള്ള ഒരു കഷ്ടത. ഹല്ലേലൂയ! ജീവനുള്ള ദൈവത്തെ സ്നേഹിക്കുന്ന രണ്ടാമത്തെ സഭയ്ക്കെതിരെയുള്ള പീഡനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. യഥാർത്ഥ ദൈവത്തെ സേവിക്കുന്ന ഒരു വിശ്വാസിയുണ്ടെങ്കിൽ എത്രയോ ക്ലിപ്പുകളാണ് നമ്മൾ കാണുന്നത്. ബൈബിള് പിടിച്ച് നിൽക്കുന്നവനെ മനഃപൂർവ്വമായിട്ട് വന്ന് അടിച്ച് മുറിവേൽപ്പിച്ച് കൊന്നുകളയുന്ന ചരിത്രം. എത്രയോ സഹോദരിമാർ ഇപ്പോൾ വടക്കേന്ത്യയുടെ ഭാഗത്ത് കഷ്ടമനുഭവിക്കുന്നു സുവിശേഷ നിമിത്തം. നമുക്കിവിടെ വന്നിട്ടില്ലെന്ന് ഞാൻ നമ്മൾ സന്തോഷിക്കരുത്. ഓർത്തോണം, സഭയ്ക്ക് പീഡനം തുടങ്ങിക്കഴിഞ്ഞു. സഭയ്ക്കെതിരെ പീഡനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ലോകരാഷ്ട്രങ്ങളും അതിനു വേണ്ടുന്ന സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സഭയ്ക്കകത്തു വരുന്ന പ്രശ്നങ്ങൾ. സ്നേഹമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. വിശുദ്ധിയില്ല, ബാക്കിയെല്ലാം ഉണ്ട്. അത്ഭുതമുണ്ട്, അടയാളവുമുണ്ട്. സ്നേഹവും വിശുദ്ധിയും ഇല്ലാത്ത സഭ. 2, സഭയ്ക്കെതിരെ പീഡനങ്ങൾ. ഒന്ന്, സഭയെ കൂടി വന്നാൽ നമ്മളൊന്ന് വന്നാൽ അടുത്തിരിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് 20,000 30,000 പിഴ. എന്തിനാ? വല്ല കാര്യമുണ്ടായിട്ടാണോ? ഒരു നിയമങ്ങളെല്ലാം നമുക്ക് എതിരായി വരികയാണ്. നിയമങ്ങൾ, കൂട്ടായ്മകൾ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ! അതിനോടൊപ്പം തന്നെ കൊലപാതകങ്ങൾ പെരുകുന്നു. ഹല്ലേലൂയ! ക്രിസ്തീയ സഭകൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ. അതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ലോകത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡ്, സഭയ്ക്കുള്ള പ്രശ്നങ്ങൾ, സഭയ്ക്ക് പുറത്തുനിന്ന് വരുന്ന പ്രശ്നങ്ങൾ ഒക്കെ മനസ്സിലാക്കിക്കോണം. ഇത് മുന്നറിയിപ്പുകളാണ്. കർത്താവ് വരാൻ സമയമായി. ഇവിടെ നിങ്ങളുടെ വീടിൻ്റെ പണി നടന്നില്ലേ? ഇവിടെ നിങ്ങളുടെ ആരോഗ്യം ശരിയായില്ലേ? ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലേ? കർത്താവ് ഇന്ന് വന്നാൽ, മകനെ, മകളെ, നീ പോകുമോ? അവൻ്റെ രാജ്യത്തിൽ ഇന്ന് നമ്മൾ പാടി, കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. ആത്മാർത്ഥമായി പാടി എത്ര പേരുണ്ട്? വെറുതെ പാടിയവരും ആത്മാർത്ഥമായി പാടിയ എത്ര പേരുണ്ട്? വെറുതെ പാടിയവർക്ക് കരം ഉയർത്താമോ? എല്ലാവരും ആത്മാർത്ഥമാണോ പാടിയത്? പ്രിയതലോ, ഇന്ന് കർത്താവ് വന്ന കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. ജീവിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത്? എൻ്റെ സഹോദരങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടരുത്. അവൻ്റെ രാജ്യത്തിൽ പോകുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം. കൂടെ നിൻ്റെ വീടിൻ്റെ പണി നടക്കട്ടെ, കൂടെ നിൻ്റെ കല്യാണം നടക്കട്ടെ, കൂടെ നിൻ്റെ ജോലി ശരിയാകട്ടെ, കൂടെ നിൻ്റെ വയറ് ശരിയാകട്ടെ, നിൻ്റെ നന്മ വരട്ടെ. അത് 2ാം സ്ഥാനത്താണ്. 1ാമത് കർത്താവ് വരും. ഞാൻ അവൻ്റെ സമയമായി മണിയൊച്ച കേൾക്കുന്നു, കാഹളനാദത്തിൻ്റെ മണിയൊച്ച കേൾക്കുന്നു. ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഇതൊന്നും പ്രസവ സമയമായിട്ടില്ല. ആമേൻ. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി ഒരുങ്ങണം സഭ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ നമുക്ക് ഒരു നിമിഷം അടയ്ക്കാം. ഹല്ലേലൂയ! നമ്മളെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം.